പവിത്രം സീരിയലിലെ ഇനി വരുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേദ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുവാ. നേരം നന്ദിനി ഒന്ന് നോക്കിയിട്ട് കൈവരിയിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വേദമോളെ എന്ന് വിളിച്ചിട്ട് ഒറ്റത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കേട്ട വേദയും നന്ദിനിയും നോക്കുവാ. അന്നേരം അച്ഛമ്മ ചുരിദാറും കണ്ണാടിയൊക്കെ വെച്ച് ഓയോ സ്റ്റൈലിൽ വന്ന് നിൽക്കുവാ. ഇത് കണ്ട് വേദ അതിശയത്തോടെ അച്ഛമ്മയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഓടിപ്പോയി അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുക. അന്നേരം നന്ദിനി അച്ഛമ്മയുടെ അരികിലോട്ട് വരുന്നുണ്ട്. നേരം വേദ അച്ഛമ്മയോട് പറയുന്നുണ്ട്, ഇത് സർപ്രൈസ് ആയല്ലോ അച്ഛമ്മേ, ഒരുപാട് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞു തരാൻ പറ്റില്ല, ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞതല്ലേ. നേരം അച്ഛമ്മ പറയുക, അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ മോളെ, വിക്രമിന്റെയും മോളുടെയും താലികെട്ട് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ അച്ഛമ്മയല്ലേ. എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഞാനിങ്ങ് വരില്ലേ, നിങ്ങൾക്കൊക്കെ സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാ ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. അന്നേരം നന്ദി യേശുത്തോടെ അച്ഛമ്മയെ നോക്കുക. നേരം കമലം അച്ഛമ്മയെ കണ്ട് ഓടി വരുന്നുണ്ട്. സന്തോഷത്തോടെ ചോദിക്കുക, അത്രയ്ക്ക് സുഖമായിരുന്നു അമ്മേ. നേരം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്റെ മോനെന്തേ സുധാകരൻ പറമ്പിൽ തന്നെയാണോ? നേരം കമലം പറയുന്നുണ്ട്, അതെ അമ്മേ, വരാൻ സമയമാവുന്നുണ്ട്, അമ്മ ഇവിടെ തന്നെ നിൽക്കാണ്ട് കത്തോട്ട് വാ അമ്മേ. നേരം അച്ഛമ്മ നന്ദിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ എന്താ നന്ദിനി ഉണ്ടാ നിൽക്കുന്നേ? അച്ഛമ്മ വന്നോന്നും നീ കണ്ടില്ലേ? എന്റെ മുഖത്ത് എന്താ സന്തോഷമില്ലാത്തത്? വേദയുടെയും വിക്രമിന്റെയും താലികെട്ട് കാണാൻ നിനക്കും ആഗ്രഹമില്ലേ? നിന്റെ മുഖത്ത് എപ്പോഴും ഈ ഭാവം മാത്രമേ വരൂ, ആർക്കോ വേണ്ടിയിട്ട് ചിരിച്ചു കാണിക്കും. നേരം നന്ദിനി ഒരു കള്ള ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ അച്ഛമ്മ ഇങ്ങനെ നോക്കുക. നേരം വേദ നന്ദിനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മയും കൂട്ടി വേദയും കമലവും അകത്തോട്ട് പോവാൻ നിൽക്കുക. അന്നേരം വിക്രം ബൈക്കില് വരുന്നുണ്ട്. അന്നേരം അച്ഛമ്മയും വേദയും വിക്രമിനെ നോക്കണുണ്ട്. വിക്രം അച്ഛമ്മയെ കണ്ടതും വിക്രമാകെ വല്ലാണ്ടാകുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രമിന്റെ മുഖം കണ്ട് അച്ഛമ്മ ചോദിക്കുക, കല്യാണച്ചക്കന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കൊട്ടിയതുപോലെ? ഇനി 2 ദിവസമേ ഉള്ളൂ വേദയുടെയും നിന്റെയും കല്യാണത്തിന്. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേടാ? നിന്റെ മുഖം കണ്ടാ തോന്നും നിന്നെ ആരോ കൊല്ലാൻ കൊണ്ടുപോവാന്ന്. വേദമോളെ പോലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാടാ. ഇത് കേട്ട് വിക്രം വേദയെ ദേഷ്യത്തിൽ നോക്കുക. നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമലവും. അന്നേരം അച്ഛമ്മ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഒന്ന് മിണ്ടാ നിക്കുന്നേ? ഈ അച്ഛമ്മയെ കണ്ടിട്ട് നിനക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കണ്ടാൽ ഉള്ളി ചാടുന്നതാ നീ. പോയി എന്നെക്കാളും വലുത് നിനക്കിപ്പോ ഇവളാണോ? വിക്രമിനെ കളിയാക്കുന്നുണ്ട് അച്ഛമ്മ. അന്നേരം വേദയും കമലവും വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. നന്ദിനി ദേഷ്യത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. നന്ദിനിയുടെ മനസ്സിൽ അസൂയയും കുശുമ്പും നിറയുന്നുണ്ട്. ഇത് കണ്ട് വേദ നന്ദിനിയെ നോക്കി കള്ള ചിരിച്ചിരിക്കുക. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ വേദമോൾക്ക് സമ്മാനം കൊണ്ടാ വന്നേക്കുന്നത്, അതിപ്പോ കാണിച്ചു തരില്ല, കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വിക്രം നീങ്ങി വന്നേ. ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ വേദയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. പുറകെ കമലവും പോകുന്നുണ്ട്. അന്നേരം നന്ദിനി വിക്രമിനോട് പറയുന്നുണ്ട്, എടാ നിന്റെ കാര്യം പോക്ക, ഇന്നും നാളെയും കൂടി കഴിഞ്ഞാ മറ്റന്നാ കല്യാണവാ. ആ ബോധം എന്തെങ്കിലും നിനക്കുണ്ടോ? നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി റെഡിയായിരിക്കുവാ അല്ലേ? എന്റെ കാര്യം പോക്ക. ഇത്രയും പറഞ്ഞിട്ട് നന്ദി അകത്തോട്ട് പോണുണ്ട്. ഇത് കേട്ട് വിക്രം എന്ത് ചെയ്യണോന്നറിയാണ്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നേരം രാധ വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക. നേരം വിക്രം കോള് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അച്ഛമ്മ വിക്രമിനെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇതാ വരുന്ന അച്ഛമ്മേ. വിക്രം ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക. നേരം വിക്രമിനോട് പറയുക, മോക്ക് കല്യാണത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ, നീയല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പൊ മോളെയും കൂട്ടി നിങ്ങൾ 3 പേരും പോവും. എന്നിട്ട് ബീച്ചിലും പാർക്കിലൊക്കെ പോയി ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് വാ. അപ്പൊ മോക്കും അത് സന്തോഷാവും. മോക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ നിങ്ങൾ. ഇത് കേട്ട് വേദ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വിക്രമിന് ദേഷ്യം വന്നിട്ടിരിക്കുക. നേരം വിക്രം പറയുക, അത് മുത്തശ്ശി പുറത്തോട്ട് പോകണമായിരുന്നു. അന്നേരം അച്ഛമ്മ പറയുക, എടാ നീ ഇപ്പം പോയിട്ടല്ലേ വന്നത്, ഇനി എങ്ങോട്ട് പോവാനാ? ഇനി നീ എങ്ങോട്ടും പോണ്ട, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി യാത്രയൊക്കെ. കല്യാണ സമയത്ത് കല്യാണ പയ്യൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല. നിന്റെ മുഖത്തെ ഈ രൂപമൊക്കെ ഒന്ന് മാറ്റണം. അന്നേരം വിക്രം ചോദിക്കുക, അതിന് എന്റെ മുഖത്തിന് എന്താ ഇപ്പൊ കുഴപ്പം? അന്നേരം അച്ഛമ്മ പറയുക, നിന്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല, എന്റെ ഈ താടിയും മുടിയും ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം, പിന്നെ ഒരു ഫേഷ്യലൊക്കെ ചെയ്യും, എന്നാലേ കല്യാണത്തിന് നീ വെട്ടിത്തിണങ്ങി നിൽക്കൂ. വേദയുടെ കൂടെ നിൽക്കുമ്പോ രണ്ടുപേരും നല്ല മേച്ച് വേണ്ടേ? ഇപ്പൊ തന്നെ രണ്ടുപേരും നല്ല മേച്ച്, പക്ഷെ നീ കുറച്ചുകൂടെ സുന്ദരനായാലുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഇപ്പോ വേദയും അപ്പുമോളെയും കൂട്ടി പോയിട്ട് വാ. ഇത് കേട്ട് വിക്രം അച്ഛമ്മയെ തുറച്ചു നോക്കുക. നേരം വിക്രം വേദയെ നോക്കണുണ്ട്. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. നേരം അച്ഛമ്മ വിക്രമിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിൽക്കാതെ റെഡി ആയിട്ട് വാടാ. ഇത് കേട്ട് വിക്രം ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്. അന്നേരം അപ്പുമോളും വേദയും ഒരുങ്ങി പുറത്തോട്ട് വരുക. കൂടെ കമലവും. അച്ഛമ്മ അന്നേരം കൈവരിയിലിരിക്കുക. ഫോണിൽ വീഡിയോ എടുത്തിട്ട് നേരം അച്ഛമ്മ വേദയെ കൈ കാണിച്ച് പറയുന്നുണ്ട്, പോയിട്ട് വാ. കമലത്തോട് യാത്ര പറഞ്ഞിട്ട് വേദയും അപ്പുമോളും വിക്രമിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പുമോളെ ഫ്രണ്ടിലിരുത്തുക. വേദ വിക്രമിന്റെ തോളിൽ കൈവയ്ക്കുക. ഇത് കണ്ട് വിക്രം പറയുക, കൈ എടുക്കടി വേദാളം. അന്നേരം വേദ പതിയെ വിക്രമിന്റെ ചെവി പറയുന്നുണ്ട്,
മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ വയറ്റിൽ കൈവയ്ക്കും. നിങ്ങൾ എന്താ ചെയ്യാന്ന് നോക്കട്ടെ, ഞാൻ അച്ഛമ്മയോട് പറയണോ? ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടാണ്ട് പോണുണ്ട്. വിക്രമും വേദയും അപ്പുമോളും പോകുന്നത് കണ്ട് കമലം ചിരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം അച്ഛമ്മ കമലത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ പറഞ്ഞില്ലേ കമലം, വേദമോള് ഈ വീട്ടിലെ മരുമകളാവുന്ന, വിക്രമിന്റെ ഭാര്യയാവുന്ന. അപ്പൊ എന്തായി? നമ്മള് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ എത്തിയില്ലേ? അന്നേരം കമലം പറയുന്നുണ്ട്, അമ്മ കണ്ടതല്ലേ, വിക്രമിന് ഒരു സന്തോഷവും ഇല്ല. വേദമോളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. എനിക്ക് തോന്നുന്നത് അമ്മേ, വേദമോളെ കല്യാണം കഴിച്ച അവനിങ്ങനെ തോന്നിയതുപോലെ നടക്കാൻ പറ്റില്ലല്ലോ. വേദമോള് അവനെ വരച്ച വരയിൽ നിർത്തുമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും അല്ലേ അമ്മേ? അന്നേരം അച്ഛമ്മ പറയുക, അത് നീ പറഞ്ഞത് ശരിയാ കമലം, വേദമോളെ കൊണ്ടേ അവന് നേരെയാക്കാൻ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. വിക്രമും വേദയും അപ്പുമോൾക്ക് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. നേരം അപ്പുമോള് പറയുന്നുണ്ട്, ചെറിയച്ച നമുക്കന്ന് പോയതുപോലെ ബീച്ചിൽ പോവാം. ചെറിയച്ച. നേരം വിക്രം പറയുന്നുണ്ട്, ഒരുപാട് താമസിച്ചില്ലേ മോളെ, ഇനി ഒരു ദിവസം നമുക്ക് പോവാം. അന്നേരം വേദ പറയുക, ആര് പറഞ്ഞു താമസിച്ചെന്ന്? അച്ഛമ്മയല്ലേ പറഞ്ഞത്, എല്ലായിടവും കറങ്ങി കണ്ട് പതിയെ വന്നാ മതി. ഇന്ന് വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പോവാം മോളെ. എന്തിനാ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ ബീച്ചിലോട്ട് വിട്ടേ. ഇത് കേട്ട് വിക്രം പറയുക, നീ ആരാടി എന്നെ ആജ്ഞാപിക്കാൻ? നീ പറയും പോലെ കേൾക്കാനൊന്നും എന്നെ കിട്ടില്ല. അപ്പുമോള് പറഞ്ഞാ ഞാൻ കൊണ്ടുപോവാം. വിക്രം പറയുന്നുണ്ട്. നേരെ അപ്പുമോള് പറയുക, നീ പോണം ചെറിയച്ച. ഇത് കേട്ട് വിക്രം വേദയോട് പറയുക, അപ്പുമോള് പറഞ്ഞത് കൊണ്ട് മാത്രം ബീച്ചിലോട്ട് പോവാം. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ബീച്ചിൽ പോയി അപ്പുമോക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുക. അന്നേരം അപ്പുമോള് പറയുന്നുണ്ട്, ആ ചെറിയച്ച ചെറിയമ്മേ നമുക്ക് കളിക്കാം, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ഓടിയൊക്കെ കളിക്കാൻ പറ്റും, നമുക്ക് കണ്ണീട്ടി കളിക്കാൻ വാ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് വയ്യ മോളെ, എന്റെ ചെറിയമ്മയെ കൂട്ടിയിട്ട് പോകും. അന്നേരം അപ്പുമോള് പറയുന്നുണ്ട്, വേണ്ട ചെറിയച്ഛനും വരണം. വേദ പറയുക, മോളുടെ ആഗ്രഹമല്ലേ, നിങ്ങളിങ്ങനെ മസിലും കാണിച്ചിക്കാണ്ട് മോക്ക് കുറച്ച് സന്തോഷവും കൊടുക്ക്. അന്നേരം അപ്പുമോള് വിക്രമിനെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ട് വിക്രം അപ്പുമോളുടെ കൂടെ കളിക്കുന്നുണ്ട്. വിക്രമിന്റെ കണ്ണായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അപ്പുമോള് വിക്രമിന്റെ അരികിലോട്ട് വേദയെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം വിക്രം വേദയെ കെട്ടിപ്പിടിക്കുക. ഇത് കണ്ട് വിക്രം വേദ ഇങ്ങനെ നോക്കണുണ്ട്. അപ്പുമോള് ഇത് കണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുക. എന്നിട്ട് 3 പേരും ബീച്ചിൽ അടിച്ചു പൊളിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. പിറ്റേ ദിവസം ആകണുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്. വീട് ഫുള്ളും അലങ്കരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം കുഴി ചാടിയ അവസ്ഥ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. നേരം വിനായകൻ വിക്രമിനോട് പറയുന്നുണ്ട്, നാളെയാ നിന്റെ കല്യാണം, എന്നിട്ട് എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ, നമ്മളെയൊക്കെ ഒന്ന് സഹായിക്കേ. നേരം വിശ്വം പറയുക, അവന് കല്യാണത്തിന്റെ ടെൻഷൻ. എന്നിവൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഏഷ്യത്തിന്റെ പുറത്ത്. പക്ഷേ നാളെയല്ലേ ഇവന്റെ യഥാർത്ഥ കല്യാണം, അതിന്റെ ടെൻഷനാവും അവന്. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ ഒരു ടെൻഷനും ഇല്ല. അന്നേരം അച്ഛമ്മ വന്ന് പറയുന്നുണ്ട്, വിനായകനും വിശ്വനും ഒക്കെ ഡ്രസ് എടുത്തോടാ, നീയല്ലേ വാങ്ങി കൊടുക്കേണ്ടത്, കാശുണ്ടോ നിന്റെ കയ്യിൽ? ഇത് കേട്ട് വിക്രം പറയുക, കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാ പോയി ഡ്രസ്സ് മേടിച്ചിട്ട് വാ. അന്നേരം വിശ്വം പറയുക, എന്തായാലും നീ പോവല്ലേ, കുറച്ച് പൂ കൂടി വേണം, ഇതൊക്കെ അലങ്കരിക്കാനേ, ഒരു 5 കിലോ പൂക്കൾ കൂടി വാങ്ങിച്ചിട്ട് വാ. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. നേരെ വിനായകൻ പറയുക, എന്താടാ നോക്കി നിൽക്കുന്നേ, സമയമില്ല, ഇപ്പോഴേ ആളുകളൊക്കെ വന്നു തുടങ്ങി, പെട്ടെന്ന് പോയി വാങ്ങിട്ട് വാ. ഇത് കേട്ട് വിക്ഷമത്തോടെ ബൈക്കിൽ കയറി പോണുണ്ട്. അന്നേരം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. വിക്രം കവറിൽ പൂക്കളും ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വരുക. എന്നിട്ട് വിനായകന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. നേരം നന്ദിനി ഇതെല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് അച്ഛമ്മ നന്ദിനിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ നന്ദിനി വെറുതെ നിൽക്കുന്നേ, പോയി വിനായകനെ പോയി സഹായിക്ക്, 24 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കാതെ. ഇത് കേട്ട് നന്ദിനി അച്ഛമ്മയെ നോക്കി ചിരിച്ചിട്ട് ദേഷ്യത്തിൽ വിനായകന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വിനായകന്റെ കൂടെ നിന്ന് പൂക്കളൊക്കെ അലങ്കരിക്കുന്നുണ്ട്. ഇത് കണ്ട് അച്ഛമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുക. വീട്ടിലെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് വിക്രമാകെ അസ്വസ്ഥമായിരിക്കുന്നുണ്ട്. എല്ലാരും വിക്രമിനെ കളിയാക്കുന്നുണ്ട്. നേരം വിക്രം ഷോപ്പിൽ പോകാനായി ബൈക്കിലോട്ട് കയറുക. നേരം അപ്പുമോള് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, ചെറിയച്ഛ എവിടെ പോവാ, എന്നും കൂടി കൊണ്ടുപോ, എനിക്ക് ചെറിയച്ഛന്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങി തരുമോ? അന്നേരം വിക്രം തിരിച്ചുകൊണ്ട് അപ്പുമോളോട് പറയുക, അതിനെന്താ, എന്റെ സുന്ദരി കുട്ടിക്ക് ഞാൻ വാങ്ങിത്തരാലോ. നേരം അപ്പുമോള് ചോദിക്കുക, എന്നാ ഞാൻ കൂടി വന്നോട്ടെ, നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം. ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് അപ്പുമോളെ എടുത്ത് ബൈക്കിൽ ഇരുത്തുക. ഇത് കേട്ട് ശ്രീജയും ഏതയും അച്ഛമ്മയും നോക്കി നിൽക്കുന്നുണ്ട്. നേരം ശ്രീജ പറയുക, വിക്രം പെട്ടെന്ന് വരണേ, അവള് ചോറൊന്നും കഴിച്ചിട്ടില്ല, ലേറ്റായ ഒന്നും കഴിക്കാതെ ഉറങ്ങും. ഇത് കേട്ട് വിക്രം പറയും, വെട്ടത്തിൽ പേടിക്കണ്ട, നിങ്ങൾ ഇപ്പം വരും. ഇത് കേട്ട് വേദ എന്തെങ്കിലും അപകടത്തിലോട്ടാണോ വിക്രം പോകുന്നത് എന്ന് വേദ ചിന്തിക്കുന്നുണ്ട്. നേരം അച്ഛമ്മ പറയുക, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല, ചുറ്റും ശത്രുക്കളാ, അത് മറക്കണ്ട നീ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഒന്നും പറ്റില്ല അച്ഛമ്മേ, ഞങ്ങൾ പോയിട്ട് വരുക. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അപ്പുമോളെയും കൂട്ടി പോണുണ്ട്. അപ്പുമോക്ക് ഡ്രസ്സും അപ്പുമോള് പറയുന്ന സ്ഥലത്തൊക്കെ വിക്രം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴെല്ലാം അഭിലാഷും കൂട്ടരും വിക്രമിനെ പിന്തുടരുന്നുണ്ട്. യാദൃച്ഛികമായി അപ്പുമോള് അഭിലാഷിനെയും കൂട്ടരെയും കാണുന്നുണ്ട്. അവരെ കണ്ട് അപ്പുമോള് ശരിക്കും പേടിക്കുന്നുണ്ട്. നേരം അപ്പുമോള് വിക്രമിനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീ ചെറിയച്ച അവിടെ കുറച്ചു പേര് നിൽക്കുന്ന കണ്ടു, നമ്മുടെ അടുത്തേക്ക് വരുമായിരുന്നു. അന്നേരം വിക്രം അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അഭിലാഷും കൂട്ടരും ഇവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നു. അന്നേരം വിക്രം മോളോട് പറയുന്നുണ്ട്, ഈ ചെറിയച്ച ഉള്ളപ്പോ എന്റെ അപ്പുമോളെ ആരും ഒന്നും ചെയ്യില്ല, എന്നാ നമുക്ക് വീട്ടിൽ പോവാം. അന്നേരം അപ്പുമോള് പറയുന്നുണ്ട്, ശരി ചെറിയച്ച. എന്നിട്ട് വിക്രവും അപ്പുമോളും ബൈക്കില് വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം അഭിലാഷും കൂട്ടരും വിക്രമിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു.
വീടിന്റെ ഗേറ്റ് എത്തിയപ്പോഴേക്കും വിക്രം അപ്പുമോളോട് പറയുന്നുണ്ട്, മോള് വീട്ടിലേക്ക് പൊക്കോ, ചെറിയച്ച ഇപ്പൊ വരാം. അന്നേരം അപ്പുമോള് ചോദിക്കുന്നുണ്ട്, ചെറിയച്ച എങ്ങോട്ട് പോവാ? അന്നേരം വിക്രം പറയുക, ചെറിയച്ചന് അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ ചെറിയച്ചനെ കാണാൻ ചെറിയച്ചന്റെ കൂട്ടുകാർ നിൽക്കുക, അവരെ കണ്ടിട്ട് പെട്ടെന്ന് വരാം. ഇത് കേട്ട് അപ്പമോള് പറയുക, വേഗം വരുവോ? അന്നേരം വിക്രം പറയുന്നുണ്ട്, ഉടനെ വരാം, സത്യം, മോൾ ഇറങ്ങിക്കോ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അപ്പമോളെ ബൈക്കിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുക, മോള് പൊക്കോ. ഇത് കേട്ട് അപ്പമോള് പറയുക, ചെറിയച്ചൻ പൊക്കോ, ഞാൻ പോവാം. ഇത്രയും പറഞ്ഞിട്ട് അപ്പമോള് വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇത് കണ്ട് വിക്രിച്ച് പോവുക. വിക്രമിനെയും അപ്പുമോളെയും കാത്ത് വേദ ഇരിപ്പുണ്ടായിരുന്നു. അപ്പുമോളെ കണ്ടതും വേദ ചോദിക്കുന്നുണ്ട്, ചെറിയച്ചൻ എവിടെയാ മോളെ? അന്നേരം പറയുക, അമ്മയോടെ കൊണ്ടുവിട്ടിട്ട് ചെറിയച്ചൻ പോയി, അത്യാവശ്യമായിട്ട് ആരെയോ കാണുമെന്ന് പറഞ്ഞാ പോയത്, വേഗം വരാന്നാ പറഞ്ഞത്. ഇത് കേട്ട് വേദ വീട്ടിലോട്ട് നോക്കുന്നുണ്ട്. ഗേറ്റ് തുറന്നു കിടക്കുക. അന്നേരം ശ്രീജ വരുന്നുണ്ട്. വേദയോട് ചോദിക്കുക, വിക്രം എവിടെയാ വേദേ? അന്നേരം വേദ പറയുക, മോളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് വിക്രം പോയി ഏട്ടത്തി, ഇവിടെ പോയെന്നറിയില്ല. അന്നേരം ശ്രീജ വേദയോട് പറയുന്നുണ്ട്, മോളെ വിഷമിക്കണ്ട, അവനിങ്ങ് വന്നോളൂ, വർക്ക്ഷോപ്പിൽ പോയതായിരിക്കും, കല്യാണത്തിന്റെ ആഘോഷങ്ങളെ കണ്ട് അവനാകെ ടെൻഷൻ ആയിട്ടുണ്ടാവും, അവരേക്ക് കണ്ടിട്ട് വരട്ടെ, മോളിങ് വാ. തേജ ഏതേം കുട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. സമയം ഒരുപാട് വൈകിട്ടും വിക്രമിനെ കാണുന്നില്ല. നേരം വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. അന്നേരം അഭിലാഷ് വിക്രമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. വിക്രം പോകുന്ന വഴി ശ്രീകാന്തിന് അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് വിക്രം വരുന്ന വഴിക്ക് നിൽക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് വിക്രമിനെയും കാത്താടെ വിളിക്കുക. അഭിലാഷ് വിളിച്ച് പറയുന്നുണ്ട്, സാർ അവൻ എത്താറായി. ഇത് കേട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം വിക്രം ബൈക്കിൽ വരുന്നത് ദൂരെ നിന്നും ശ്രീകാന്ത് കാണുന്നുണ്ട്. നേരം സ്പീഡിൽ വന്ന് വിക്രമിന്റെ ബൈക്കിൽ ഇടിക്കുക. വിക്രം തെറിച്ചുപോയി റോഡിന്റെ സൈഡിൽ പോയി വീഴുക. ഉടനെ ശ്രീകാന്ത് ചുറ്റും നോക്കുന്നുണ്ട്, ആരും കാണുന്നുണ്ടായിരുന്നില്ല. ഉടനെ കാറും കൊണ്ട് ശ്രീകാന്ത് രക്ഷപ്പെട്ടു പോവുക. വിക്രം കിടന്ന് നിലവിളിക്കുന്നുണ്ട്. നേരം ജീന ഓട്ടോയിൽ വരുന്നുണ്ട്. റോഡിൽ വിക്രമിന്റെ ബൈക്ക് കിടക്കുന്ന കാണും. നേരം പെട്ടെന്ന് വിക്രം കിടക്കുന്നത് കാണുന്നുണ്ട്. ഓടിപ്പോയി വിക്രമിനെ വിളിക്കുക, വിക്രം ചേട്ടാ. അന്നേരം വിക്രം ബോധമില്ലാതെ കിടക്കുക. ഉടനെ ജീന രാധയെ വിളിക്കുന്നുണ്ട്. രാധയെ വിളിച്ച് പറയുക, വിക്രം ചേട്ടൻ റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കുക, നീ പെട്ടെന്ന് വാ. ഇത് കേട്ട് രാധ ഓട്ടോയും കൊണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട് രാധയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നേ? രാത്രിയിൽ ചുറ്റി ശത്രുക്കളാ. അന്നേരം രാധ പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കഥകടച്ച് കിടന്നു, ഞാൻ വരാൻ ലേറ്റാവും. ഇത്രയും പറഞ്ഞിട്ട് രാധ ഓട്ടോയിൽ കയറി വിക്രമിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. അന്നേരം രാധ ഓടി വന്ന് വിക്രമിനെ വിളിക്കുക, അയ്യോ വിക്രം, എന്താ നിനക്ക് പറ്റിയത്? അത് കരയുന്നുണ്ട്. നേരം ജീനയോട് രാധ പറയുക, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വിക്രമിനെ പിടിക്ക്. രണ്ടുപേരും പിടിച്ച് രാധയുടെ ഓട്ടോയിലോട്ട് കിടത്തുന്നുണ്ട്. രാധ പെട്ടെന്ന് വിക്രമിനെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോവുക. നേരം ജീന ചോദിക്കുന്നുണ്ട്, ഞാൻ കൂടി വരാം. നേരം രാധ പറയുക, വേണ്ട, ഞാൻ കൊണ്ട് പൊക്കോളാം, നീ പൊക്കോ. ഇത്രയും പറഞ്ഞിട്ട് രാധ വിക്രമിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുക. ഡോക്ടർ വന്ന് വിക്രമിനെ പരിശോധിക്കുന്നുണ്ട്. നേരം രാധയോട് ഡോക്ടർ ചോദിക്കുക, എന്താ ഇയാൾക്ക് പറ്റിയത്? നേരം രാധ പറയുന്നുണ്ട്, ആ ഓട്ടോയെ വരുമായിരുന്നു, നേരം വിക്രം ബോധമില്ലാതെ കിടക്കുമായിരുന്നു. നേരം ഡോക്ടർ ചോദിക്കുക, ആക്സിഡന്റ് ആണോ? കുട്ടി കണ്ടായിരുന്നു ആരാന്ന്? നേരം രാധ പറയുക, ആരോ വിക്രമിനെ ഇടിച്ചിട്ടിട്ട് പോയതാ, ആരാന്ന് ഞാൻ കണ്ടില്ല. നേരം ഡോക്ടർ ചോദിക്കുക, ഇയാളുടെ ആരാ? നേരം രാധ പറയുക, വിക്രമിന്റെ ബന്ധു. നേരം ഡോക്ടർ പറയുന്നുണ്ട്, കുട്ടി പുറത്ത് വെയിറ്റ് ചെയ്യും, അതൊക്കെ എന്താ പറ്റിയെന്ന് നോക്കട്ടെ. ഇത് കേട്ട് രാധ പുറത്തോട്ട് പോകുന്നുണ്ട്. അതൊക്കെ അറിയുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് രാധ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ പറ്റിയ വിക്രമിന്? നേരം പറയുന്നുണ്ട്, പുറമേ പരിക്കുകളൊന്നും കാണുന്നില്ല, എക്സ്ട്രീം സ്കാനിംഗ് ഒക്കെ എടുക്കട്ടെ, തലയ്ക്ക് ക്ഷതമേറ്റോന്ന് ഇന്നലെ അറിയാൻ പറ്റുള്ളൂ, അയാൾക്ക് ബോധം വന്നിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ചു നേരം കഴിയട്ടെ, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരം രാധ പറയുന്നുണ്ട്, ജീന രാധയുടെ ഫോണിലോട്ട് വിളിക്കും. നേരം രാധ ഫോൺ എടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ജീന വിക്രമിന് ബോധം വന്നിട്ടില്ല, എനിക്ക് പേടിയാവോ, അവനെന്തെങ്കിലും സംഭവിക്കോ? നേരം ജീന പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, വിക്രമൻ ചേട്ടന് ഒന്നും പറ്റില്ല, നമുക്കിത് വേദയും വീട്ടുകാരെ അറിയിക്കണ്ടേ, വിക്രം ചേട്ടന്റെ കല്യാണം ഒറ്റന്നാ. നേരം രാധ പറയുക, വേണ്ട, അവരോടൊന്നും പറയണ്ട, ഇപ്പൊ ആ കല്യാണം നടന്നില്ലെങ്കിൽ നടക്കണ്ട, വിക്രം ഈ അവസ്ഥ കിടക്കുമ്പോ എന്ത് കല്യാണം? വിക്രം ഹോസ്പിറ്റലിലുള്ള കാര്യം നീ ഇപ്പൊ ആരോടും പറയണ്ട. ഇത്രയും പറഞ്ഞിട്ട് രാധ ഫോൺ കട്ട് ചെയ്യുക. അന്നേരം ജീന ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. വേദ ഫോൺ എടുക്കുന്നില്ല. വിക്രമിനെയും കാത്തേത ഇരിക്കുക. കാണാണ്ടായപ്പോ വേദ മുറിയിലോട്ട് പോവുക. കുറച്ചു നേരം കിടന്നതിന് ശേഷം ഇത് പിന്നെയും എഴുന്നേറ്റ് ഇതൊക്കെ തുറന്ന് നോക്കണുണ്ട്, വിക്രം വന്നോന്ന്. നേരം ഗേറ്റ് തുറന്ന് കിടക്കണുണ്ട്. വിക്രമിനെ കാണാതെ വേദ വിഷമിക്കുന്നുണ്ട്. വിക്രമിന് എന്തെങ്കിലും ആപത്ത് പറ്റിയോന്ന് വേദ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പോയി കിടക്കുക. വേദയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. നേരം ഡോക്ടർ വിക്രമിനെ വന്ന് നോക്കണുണ്ട്. അതോട് പറയുക, ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ബോട്ടിലൊന്നും സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് പോയി കാണാം. വിക്രം കണ്ണു അടച്ച് കിടക്കുന്നുണ്ട്. രാധ പോയി വിളിക്കുക. നേരം നേഴ്സ് പറയുന്നുണ്ട്, മരുന്നിന്റെ മഴക്കത്തിൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ വിളിച്ച് ശല്യം ചെയ്യേണ്ട. നേരം രാധ വിക്രമിനെ നോക്കി കരയുന്നുണ്ട്. രാത്രി മുഴുവൻ രാധ വിക്രമിന് കാവലിരിക്കുന്നുണ്ട്. ലക്ഷയായപ്പോൾ വിക്രം കണ്ണു തുറക്കുക. ചുറ്റും നോക്കുന്നുണ്ട്. നേരം രാധ കാണുന്നുണ്ട്. എന്നിട്ട് വിക്രമിനോട് ചോദിക്കുക, വിക്രം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നേരം വിക്രം പറയുക, ഞാനിതെവിടെയാ, ഒരു കാറ് വന്ന് എന്റെ ബൈക്ക് ഇടിച്ചു, ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ, ഞാൻ ഹോസ്പിറ്റലാണോ? നേരം രാധ പറയുന്നുണ്ട്, അതേ വിക്രം, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് വിക്രം അതേ ശരിക്കും കാണുന്നത്. ഇത് കണ്ട് വിക്രം രാധയോട് ചോദിക്കുക, നീ എന്താ ഇവിടെ, അമ്മ എവിടെയാ? അന്നേരം രാധ പറയുക, അതൊക്കെ പറയാം, നീ റെസ്റ്റ് എടുക്ക്, ഇതൊക്കെ അമ്മയോട് പറഞ്ഞ അമ്മ വിഷമിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് വിളിച്ച് പറയാം. ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല. പതിയെ
പതിയെ കണ്ണടയ്ക്കുക. രാവിലെ ആയപ്പോ വേദ അച്ഛമ്മയോട് പറയുന്നുണ്ട്, വിക്രം ഇതുവരെ വന്നില്ല അച്ഛമ്മേ, വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. നേരം കമല അച്ഛമ്മയോട് പറയുന്നുണ്ട്, എവിടെ അമ്മ എന്റെ മോൻ, ഒരു ആപത്ത് വരുത്തല്ലേ. നേരം അച്ഛമ്മ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, വിക്രമിന് ഒന്നും സംഭവിക്കില്ല, അവൻ ഇങ്ങ് വരും, നിങ്ങൾ നോക്കിക്കോ. നേരം കമല പറയുന്നുണ്ട്, കല്യാണം നടക്കാണ്ടിരിക്കാൻ വിക്രം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും അമ്മേ. ഇത് കേട്ട് വേദ ക്ഷമത്തോടെ കമലത്തെ നോക്കണുണ്ട്. നേരം അച്ഛൻ വിഷമിച്ചിരിക്കുക, ഒന്നും മിണ്ടാണ്ട്. നന്ദിനി ഇത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. വിനായകനോട് പോയി പറയുന്നുണ്ട്, നിങ്ങളുടെ അനിയെ ഈ കല്യാണം നടക്കാതിരിക്കാൻ എങ്ങോട്ടോ മുങ്ങി. എന്തൊക്കെയായിരുന്നു അവളുടെ ചാട്ടം, എനിക്കറിയായിരുന്നു ഈ കല്യാണം നടക്കില്ലെന്ന്. നേരം വിനായകൻ നന്ദിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എനക്ക് എന്റെ കയ്യിൽ നിന്ന് ഇനി വേണോ അടി, വേണ്ടെങ്കിൽ പോ നോക്ക്. ഇത് കേട്ട് നന്ദിനി ഇണ്ടാതെ പോണുണ്ട്. ശ്രീകാന്ത് വിക്രമിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വിക്രമിന് എന്ത് പറ്റിയെന്നറിയാൻ നേരം ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോ വിക്രമിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ശ്രീകാന്ത് അറിയുന്നുണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തിരിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, തീർന്നില്ല, ഞാൻ കരുതി ഇന്നലത്തോടെ അവന്റെ ജീവൻ പോയെന്ന്, പിന്നെ ഞാൻ വിടില്ലടാ. ശ്രീകാന്ത് പറയുന്നുണ്ട്. നേരം വേദയുടെ വീട്ടുകാർ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശ്രീകാന്ത് ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുക. വിക്രമിനെ കാണാത്തതിന്റെ ടെൻഷൻ വേദയുടെ ഫോണിൽ വന്ന കോളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം വേദ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അന്നേരം ജീന കുറെ തവണ വേദയുടെ ഫോണിലോട്ട് വിളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ട് വേദ ജീനനെ അങ്ങോട്ട് വിളിക്കുക. ജീന ഫോൺ എടുക്കുന്നുണ്ട്. നേരെ വേദ ചോദിക്കുന്നുണ്ട്, ഇതാരാ? നേരെ ജീന പറയുക, ഇത് ഞാനാ, ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു, വള പണയം വെക്കാൻ തന്നു ജീന. അന്നേരം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്താ ജീന വിളിച്ചത്? ഇത് കേട്ട് ജീന പറയുന്നുണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇത് കേട്ട് വേദ പറയുക, ഇല്ല, എന്താ? വിക്രമിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. ഇത് കേട്ട് ജീന പറയുക, അത് ജീന പറയാനായിട്ട് മടിക്കുന്നുണ്ട്. നേരെ വേദ ചോദിക്കുക, ജീനയ്ക്കറിയാവോ വിക്രം എവിടെയുണ്ടെന്ന്? നേരെ ജീന പറയുക, ഇന്നലെ രാത്രി വിക്രം ചേട്ടനെ കണ്ടിരുന്നു. ഓട്ടോയിൽ വരുന്ന വഴിക്ക് വിക്രം ചേട്ടനെ ഒരു വണ്ടി ഇടിച്ച് ബൈക്ക് റോഡിലും വിക്രം ചേട്ടൻ ബോധം ഇല്ലാതെ കിടക്കുമായിരുന്നു. ഇത് കേട്ട് വേദട്ടലോട് ചോദിക്കും, വന്നിട്ട് വിക്രമിന് എന്താ പറ്റിയ, എവിടെയാ? അന്നേരം ടീന പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് രാധയെ വിളിച്ചു, രാധ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി, ഇതൊന്നും നിങ്ങളോട് പറയില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ കേട്ടില്ല. ഞാൻ ഒരുപാട് തവണ ഇതേ വിളിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. നേരെ വേദ ചോദിക്കുക, ഏത് ഹോസ്പിറ്റലിലോട്ടാ രാധ വിക്രമിനെ കൊണ്ടുപോയത്? ഇത് കേട്ട് ജീന പറയുന്നുണ്ട്, അത് എന്നോടൊന്നും പറഞ്ഞില്ല, ചിലപ്പോ നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കണമെന്ന് രാധ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാവും എന്നോടൊന്നും പറയാത്തത്. ഇത് കേട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേദ അച്ഛമ്മയോട് ഇക്കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ വേദയും കൂട്ടി രാധയുടെ വീട്ടിലോട്ട് പോകും. അപ്പോഴേക്കും വിക്രോധമൊക്കെ തെളിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. നേരം രാധ പറയുക, ആ വീട്ടിൽ പോയിട്ട് വരാം, വീട്ടിലെ വിവരം ഞാൻ പറയാം, നീ വിഷമിക്കണ്ട, ഈ കല്യാണം അങ്ങനെയെങ്കിലും മുടങ്ങട്ടെ, എനക്കും അതല്ലേ ആഗ്രഹം, ഈ വയ്യാത്ത നീ എങ്ങനെ അവളുടെ കഴുത്ത് താലി കിട്ടുക? ഇത്രയും പറഞ്ഞിട്ട് രാധ വീട്ടിലോട്ട് പോകുന്നുണ്ട്. രാധയുടെ അമ്മയും അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു? നേരം രാധ പറയുക, അതൊക്കെ പിന്നെ പറയാം, കാപ്പി എടുക്ക്, ഒരാൾക്ക് കൊണ്ടുപോകാനാ. എന്നിട്ട് രാധ കുളിച്ചൊരുങ്ങി കാപ്പിയുമായി ഓട്ടോയിലോട്ട് കയറാൻ പോകുന്നുണ്ട്. നേരം അച്ഛമ്മയും വേദയും ഓട്ടോയിൽ വന്ന് ഇറങ്ങുക. ജീനയുടെ ഇത് കണ്ട് രാധ ടെൻഷനിൽ നിൽക്കണുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് കാര്യമാണെന്ന് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛമ്മ ദേഷ്യത്തോടെ രാധയുടെ അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, വിക്രം എവിടെയടി? നേരെ രാധ പറയുന്നുണ്ട്, എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ല. നേരെ അച്ഛമ്മ ചോദിക്കുക, സത്യം പറയ രാധ, വിക്രം ഏത് ഹോസ്പിറ്റലിലാ? നിന്റെ കൂട്ടുകാരി എല്ലാം ഞങ്ങളോട്ട് പറഞ്ഞു, ഇനി നീ കള്ളം പറയാൻ. നേരം രാധ പറയുക, അറിഞ്ഞാലും ഞാൻ പറയില്ല, വിക്രമിന് ഈ കല്യാണം ഇഷ്ടമല്ല. ഇത് കേട്ട് അച്ഛമ്മയ്ക്ക് ദേഷ്യം വരും. ഉടനെ അച്ഛമ്മ രാധയുടെ ചെവി പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് ചോദിക്കുക, സത്യം പറയടി, വിക്രം ഏത് ആശുപത്രിയിലാ? പറഞ്ഞില്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണും, പറയടി. ഇത് കേട്ട് രാധ പറയുക, അയ്യോ വീട്, എനിക്ക് വേദനിക്കുന്നു. എന്നിട്ട് പറയുക, ഞാൻ പറയാം. അന്നേരം അച്ഛമ്മ ചെവി കുറച്ചുകൂടെ മുറുക്കി പിടിക്കുക. രാധ അയ്യോന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ ചോദിക്കും, അവിടെയാ വിക്രം? വേദ അന്നേരം രാധയെ നോക്കുന്നുണ്ട്. അന്നേരം രാധ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് അച്ഛമ്മയും വേദയും രാധയെ ദേഷ്യത്തെ നോക്കിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അച്ഛമ്മ ഡോറ് തുറന്ന് വിക്രമിന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട്. നേരം വിക്രം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നേരെ അച്ഛമ്മ വിളിക്കുക, വിക്രം. ഇത് കേട്ട് അച്ഛമ്മയെ നോക്കുന്നുണ്ട്. നേരം വേദ അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുക. എന്നിട്ട് അച്ഛമ്മ ചോദിക്കുക, എന്താ പറ്റിയ എന്റെ കുഞ്ഞിനെ? വീട്ടിലെല്ലാരും പേടിച്ചിരിക്കുക, എന്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, എന്താ ഉണ്ടായെന്ന് പറയും മോനെ. അന്നേരം വിക്രം പറയുക, എനിക്കൊന്നും പറ്റിയില്ലല്ലോ അച്ഛമ്മ, വിഷമിക്കാതിരിക്കുക. വിക്രം വേദയെ നോക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ കാറാണ് തന്നെ ഇടിച്ചതെന്ന് വിക്രമിനെ അറിയാമായിരുന്നു. എന്നിട്ടും വിക്രം അത് വേദയോട് പറയുന്നില്ല. അന്നേരം വേദ വിക്രമിനോട് ചോദിക്കുക, ഞാൻ കരുതി കല്യാണം മുടങ്ങാൻ നിങ്ങൾ നാട് വിട്ടുവെന്ന ഈ അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വേദ വിഷമത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട്. നേരം ഡോക്ടർ വരുക. അച്ഛമ്മ ഡോക്ടറിനോട് പറയുന്നുണ്ട്, നാളെ വിക്രമിന്റെ കല്യാണം, ഓനെന്ന് ഡിസ്ചാർജ് ചെയ്യൂ. അന്നേരം ഡോക്ടർ പറയുക, ഇയാൾക്ക് കാര്യമായി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തോളാം, കല്യാണം നടക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. നേരം അച്ഛമ്മയും വേദയും സന്തോഷത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം അപ്പോഴും ശ്രീകാന്തിനെ കുറിച്ചായിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നത്. എന്തിനായിരിക്കും തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വിക്രം പലവട്ടം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന അച്ഛമ്മ ശ്രീജയും നന്ദിനിയെ വിളിക്കുന്നുണ്ട്. നേരം രണ്ടുപേരും അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ വേദയെ വിളിക്കുന്നുണ്ട്. നേരം നന്ദിനി അച്ഛമ്മയോട് ചോദിക്കുക, ഇതെന്താ കയ്യിൽ? സ്വർണ്ണമാണോ? ഞങ്ങൾക്ക് തരാനാണോ? നേരം വേദ വരുന്നുണ്ട്. ഇത് കേട്ട് അച്ഛമ്മ പറയുക, അത് വേദയ്ക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വേദമോൾക്ക് ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന്, അതാ ഇതിന്റെ അകത്തുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ പെട്ടി തുറക്കുന്നുണ്ട്. തുറന്നതും അതിനകത്ത് വെട്ടിത്തിളങ്ങുന്ന നിറയെ ആഭരണങ്ങൾ. ഇത് കണ്ട് നന്ദി വായും തുറന്ന് കണ്ണു വീഴ്ച ഇതിലോട്ട് തന്നെ നോക്കുന്നുണ്ട്. നേരം അച്ഛമ്മ ശ്രീജയും നന്ദിനിയും നോക്കി പറയുന്നു,
പറയുന്നുണ്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണ്ണവാ. ഇനി ഇതിന്റെ അവകാശം വേദമോള. ഞങ്ങൾ രണ്ടുപേരും, അതായത് ഈ വീട്ടിലെ മരുമക്കളായ നിങ്ങൾ രണ്ടുപേരുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ സ്വർണം വേദമൊക്കെ കൊടുക്കാൻ പോവുക. ഇത് കേട്ട് നന്ദിനി പറയുക, അതെന്താ അച്ഛമ്മേ അങ്ങനെ? എനിക്കും ശ്രീചേട്ടത്തിക്ക് ഇതിൽ അവകാശം ഇല്ലേ? ഞങ്ങളും ഇവിടുത്തെ മരുമക്കളല്ലേ? ഇത് കേട്ട് അച്ഛമ്മ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നന്ദിനി, ഇത് കുടുംബത്തിലെ ഇളയ അവകാശി കിട്ടേണ്ടതാ. ഇതിന്റെ പിൻതലമുറയ്ക്ക് വേദമോള് കൈമാറിക്കോളും. ഇത് കേട്ട് നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. നേരെ അച്ഛമ്മ ചേച്ചിയോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് വേദമോക്ക് ഇത് കൊടുക്കാം. നേരെ വേദ പറയുക, ഇതൊന്നും എനിക്ക് വേണ്ട മുത്തശ്ശി, മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി എനിക്ക്. നേരെ അച്ഛമ്മ പറയുക, ഞാൻ പറഞ്ഞില്ലേ മോളെ, മോൾക്ക ഇനി ഇതിന്റെ അവകാശം. ഇനി ഇത് സൂക്ഷിക്കേണ്ടത് വേദമോള. സന്തോഷത്തോടെ വാങ്ങിക്ക്. നാളെ ഈ സ്വർണ്ണമൊക്കെ ഇട്ട കല്യാണ മണ്ഡപത്തിൽ ഇരിക്കേണ്ടത്. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഇതെല്ലാം കണ്ട് എല്ലാവരും എട്ടണം. ഇത് കേട്ട് നന്ദി അസൂയയോടെ വേദയെ നോക്കുന്നുണ്ട്. വേദ ഇത് കേട്ട് സന്തോഷത്തോടെ ആഭരണപ്പെട്ടി കയ്യിൽ വാങ്ങുന്നുണ്ട്. അങ്ങനെ വീണ്ടും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വരുന്നുണ്ട്. കല്യാണത്തിന്റെ ആഘോഷം പൊടിപൊടിക്കുക. നേരം കമലവും ചെമ്മയും കൂടി വിക്രമിന് ആപത്തൊന്നും വരാണ്ടിരിക്കാൻ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വായിച്ച് പ്രസാദം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, വിക്രമിനെ തൊട്ടു കൊടുക്കണം. അവന്റെ നേരെ വരുന്ന എല്ലാ ആപത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഭഗവാന് കഴിയും. കേട്ട് വേദ പ്രസാദവും കൊണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്ന വിക്രമാകെ വിഷമിച്ചിരിക്കുക. കല്യാണത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. നേരെ വേദയെ കണ്ടത് വിക്രം ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നിനക്ക് സന്തോഷമായല്ലോ, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമല്ലേ? അന്നേരം വേദ പറയുക, നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ചോരയൂറ്റാൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ലഭിക്കും. ഇത് കേട്ട് വിക്രട്ടലോടെ വേദയെ നോക്കുന്നുണ്ട്. പേടിച്ചതുപോലെ വിക്രട്ടിലിരിക്കുക. അന്നേരം വേദ കണ്ണടച്ച് മന്ത്രം ചൊല്ലുന്നുണ്ട്. കയ്യിലെ പ്രസാദം മുറുക്കി പിടിച്ചിട്ട് പറയുക, ഏ യക്ഷി യക്ഷി മഹായക്ഷി സർവസൗഖ്യം ഗുരു ഗുരു സ്വാഹ. വേദ പറയുന്നുണ്ട്. മന്ത്രവാദികൾ ചൊല്ലും പോലെ വേദ അത് പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രം കണ്ണും തള്ളി വേദ ഇങ്ങനെ നോക്കി നിൽക്കുക. വിക്രമിനെ വെറുതെ അട്ടാക്കാൻ വേണ്ടി വേദ വിക്രമിനെ കളിപ്പിക്കുക. ഇതൊക്കെ കണ്ട് വിക്രം വല്ലാതെ അസ്വസ്ഥനാവുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ വേദയുടെ സ്വഭാവം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, തന്നോട് പെരുമാറുക, എനിക്കൊരു സ്വാതന്ത്ര്യവും സമാധാനവും വേദ തരില്ല എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ അകൃതിയെ നടക്കും. ഡാൻസും പാട്ടെല്ലാമായി സുധാകര മാഷിന്റെ വീട് ഉത്സവമാവും. വേദയെ സുന്ദരിക്കുട്ടി എല്ലാവരും ഒരുക്കുന്നുണ്ട്. നേരം അപ്പമോൾ വേദയോട് പറയുക, ചെറിയമ്മയെ കാണാൻ ഇപ്പൊ എന്ത് ഭംഗിയാ. നേരം നന്ദിനി അസൂയയോടെ വേദയെ നോക്കുന്നുണ്ട്. നേരം ശ്രീജ പറയും, മോള് പറഞ്ഞത് ശരി, ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയാ. വിക്രം കണ്ട കാല ചുറ്റി വീഴും. നേരം അച്ഛമ്മ വേദയെ കണ്ട് പറയുന്നുണ്ട്, എന്റെ മോളെ കണ്ട് ആരും കണ്ണ് വെക്കാതിരിക്കട്ടെ. എന്നിട്ട് അച്ഛമ്മ വേദയോട് പറയുക, മോളിങ്ങി വന്നേ, അച്ഛമ്മയ്ക്ക് ഒരു കാര്യം പറയണം. ഇത്രയും പറഞ്ഞിട്ട് വേദയും കുട്ടി അച്ഛമ്മ മുറിയിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, മോള് ശരിക്കും വിക്രമിനെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്? അല്ലാതെ വിക്രമിനോടുള്ള വാശി തീർക്കാൻ അല്ലല്ലോ. അങ്ങനൊരു പേടി വിക്രമിന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അന്നേരം വേദ പറയുക, അച്ഛമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നുമല്ല, ഞാനെന്തിന് വിക്രമിനെ വാശി തീർക്കണം? ഞാൻ വെറുതെ ഇളക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതാ. ശരിക്കും ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെ ഇനി വിവാഹത്തിന് ഒരുങ്ങുന്നത്. ആരെക്കാളും ഞാനിപ്പോ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്നും ഈ വേദ തന്നെയായിരിക്കും. അച്ഛമ്മയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഇത് കേട്ട അച്ഛമ്മ വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് കമലം നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആഘോഷങ്ങളുടെ പൊടിപൂരാ നടക്കുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം ആഘോഷവും പാട്ടും ബഹളവുമായി എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. വിശ്വനും വിനായകനും വിക്രമിനും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചമ്മയും കമലവും നന്ദിനിയും ശ്രീജയും എല്ലാവരും അടിച്ച് പൊളിക്കുന്നുണ്ട്.